ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. മൻ ഫത്തറ സ്വായിമൻ കാന ലഹു മിസ്ലു അജ്രി. വല്ലവനും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പുകാരന് ലഭിക്കുന്നതിന് തുല്യമായ പ്രതിഫലം ഈ തുറപ്പിച്ചവന് ലഭിക്കും. ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വായിമി ശൈഅ. നോമ്പുകാരന്റെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും കുറയുകയില്ല. ഒരിക്കൽ മുത്തുനബി ഇഫ്താറിന്റെ നോമ്പ് തുറപ്പിക്കലിന്റെ മഹത്വം ഇങ്ങനെ പറഞ്ഞപ്പോ ചില പാവപ്പെട്ട സ്വഹാബികൾ ചോദിച്ചു, നബിയെ, ഞങ്ങളിൽ എല്ലാവർക്കും ഇങ്ങനെ നോമ്പ് തുറപ്പിക്കാൻ കഴിയില്ലല്ലോ, നമ്മൾ എന്താ ചെയ്യാ? അങ്ങ് വലിയ മേന്മകളൊക്കെ പറയുന്നുണ്ടല്ലോ, അതിപ്പോ നമുക്ക് എല്ലാവർക്കും കഴിയില്ലല്ലോ, പാവങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളില്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുഅ്തില്ലാഹു ഹാദ സവാബ മൻ ഫത്തറ സ്വായിമൻ അലാ മദ്ഖത്തി ലബനിൻ ഔ ചമ്രത്തിൻ ഔ ശർബത്തിൻ മിൻ മാ. ഒരു ഈത്തപ്പഴം കൊണ്ട്, ഒരു ഇറക്ക് വെള്ളം കൊണ്ട്, അതല്ലെങ്കിൽ ഒരു തുള്ളി പാല് കൊണ്ട് ഒരാളെ നോമ്പ് തുറപ്പിച്ചാലും അള്ളാഹു ഈ പ്രതിഫലം നൽകും. വലിയ വിഭവങ്ങളൊന്നും നൽകണമെന്നില്ല എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്. നോമ്പ് തുറക്കുമ്പോൾ അത് വേഗത്തിലാവലാണ് സുന്നത്ത്. വാങ്ങ് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാവാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ര. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന സമയത്തൊക്കെ ജനങ്ങൾ നന്മയിലായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഈത്തപ്പഴം കൊണ്ടാണ് നോമ്പ് തുറന്ന് തുടങ്ങേണ്ടത്. അത് ബറക്കത്താണെന്ന് മുത്തു റസൂലുള്ളാഹ്. അതില്ലെങ്കിൽ ഫൽയുഫ്തിർ അലാ മാ, നല്ല വെള്ളം, ഫഇന്നഹു തഹൂറുൻ, അത് ശുദ്ധിയുള്ളതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക എന്നുള്ളത് മുത്തുനബി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിച്ചു. ഇപ്പോ ശാസ്ത്രം വരെ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുന്നത് കൊണ്ടുള്ള മേന്മകളെ കുറിച്ച് പറയുന്നുണ്ട്. ദീർഘനേരം ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്ന ശരീരത്തിന് പെട്ടെന്ന് ഊർജവും ഉന്മേഷവും നൽകാൻ ഈത്തപ്പഴത്തിനോളം മികച്ച മറ്റൊന്നില്ല എന്ന് ശാസ്ത്രം പറയുകയാണ്. ഏകദേശം 12-14 മണിക്കൂർ നോമ്പെടുക്കുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഗണ്യമായി കുറയുന്നുണ്ട്. ഈത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഫ്രക്ടോസ്, അതുപോലെ സുക്രോസ് എന്നീ ലളിതമായ ഷുഗറുകൾ, പഞ്ചസാരകൾ രക്തത്തിലേക്ക് വേഗത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയും ശരീരത്തിന് പെട്ടെന്ന് ഊർജം നൽകുകയും ചെയ്യും. അങ്ങനെ പല നേട്ടങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതിന്റെ ശാസ്ത്രീയ സത്യങ്ങൾ ഇന്നാണ് ആധുനിക പണ്ഡിതന്മാർ കണ്ടെത്തുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു നോമ്പ് തുറക്കുന്ന സമയത്ത് ഒറ്റക്കൊരിക്കലും തുറക്കൂല. ഒരു പാവപ്പെട്ട ഫക്കീറിനെ കൂടെ കൂട്ടി എപ്പോഴും ഒറ്റക്ക് തുറക്കാറില്ല. ഹില്യത്തുൽ ഔലിയായിൽ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റമദാനിൽ ആളുകളെ നോമ്പ് തുറപ്പിക്കാൻ സ്വന്തം സമ്പത്തെടുത്ത് ചെലവഴിച്ചിരുന്നു. സിയറു അലാമിൻ നുബലായിൽ നമുക്ക് കാണാം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പൊതുവായി പാവങ്ങൾക്ക് വേണ്ടി ഇഫ്താർ സംഘടിപ്പിച്ചിരുന്നതായി താരീഖ് തബരിയിൽ നമുക്ക് കാണാം. പണ്ട് കാലം മുതലേ മദീന മുനവ്വറയിലെ മസ്ജിദുൻ നബവിയിൽ ഇഫ്താറിന് വേണ്ടി പ്രത്യേകമായി സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നോമ്പ് തുറപ്പിക്കുക പോലെ പുണ്യമുള്ള മറ്റൊരു കാര്യമാണ് അത്താഴം കഴിക്കുക എന്നുള്ളത്.
അത്താഴം എന്നുള്ളത് കേവലം ഒരു നമ്മുടെ ശരീരത്തിന്റെ ആവശ്യം എന്ന് മാത്രമല്ല, വലിയ ആത്മീയമായ മാനങ്ങളുണ്ട് അത്താഴത്തിന്. അള്ളാഹുവിന്റെ കാരുണ്യവും മലക്കുകളുടെ പ്രാർത്ഥനയും ലഭിക്കുന്ന മഹത്തായ ഒരു സുന്നത്തായ കർമ്മമാണ് അത്താഴം. അതൊരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടെങ്കിലും അത്താഴം നമ്മൾ കഴിക്കണം. നിങ്ങൾ അത്താഴം കഴിക്കണം, അതിൽ ബറക്കത്തുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഫസ്ലു മാ ബൈന സിയാമിനാ വസിയാമി അഹ്ലിൽ കിതാബി അക്ലത്തുസ് സഹർ. നമ്മുടെ നോമ്പും വേദക്കാരുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം, അഹ്ലു കിതാബിന്റെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം അത്താഴം കഴിക്കലാണെന്ന് മുത്തു റസൂലുള്ളാഹ്. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അത്താഴ സമയത്ത് ഈത്തപ്പഴം കഴിച്ചാൽ അത് സുന്നത്താണ്. നിഅമ സുഹൂറുൽ മുഅ്മിനി അത്തംറു. സത്യവിശ്വാസിയുടെ മുഅ്മിനായ മനുഷ്യന് അത്താഴത്തിന് ഉത്തമമായതാണ് ഈത്തപ്പഴമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ. അത്താഴം കഴിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടാകും, മലക്കുകൾ പ്രാർത്ഥിക്കും, പാപമോചനം തേടും. സുബ്ഹാനല്ലാഹ്. അപ്പോ അത്താഴം പരമാവധി പിന്തിപ്പിക്കുന്നതാണ് നല്ലത്. അത് 50 ആയത്ത് ഓതുന്ന സമയം വരെ. മഹാനായ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ മുത്തുനബിയോടൊപ്പം അത്താഴം കഴിച്ചു, പിന്നീട് നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റു. അപ്പോ ആരോ ഒരാൾ ചോദിച്ചു, അത്താഴത്തിനും ബാങ്കിനും ഇടയിൽ എത്ര സമയം ഉണ്ടായിരുന്നു? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖദ്റു 50 ആയ, 50 ആയത്തുകൾ ഓതുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോ 50 ആയത്ത് ഓതേണ്ട സമയം പരമാവധി പിന്തിപ്പിക്കണം. എന്നാൽ ഏകദേശം ഒരു 10-20 മിനിറ്റ് മുമ്പ് നമ്മൾ അവസാനിപ്പിക്കണം. അത്താഴ വിരാമം എന്നൊക്കെ പറഞ്ഞ് പണ്ട് മുതലേ നമ്മുടെ നിസ്കാര സമയങ്ങളിലൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത് 20-25 മിനിറ്റ് ആകുന്നത് വരെ. അതിന് മുമ്പ് നമ്മൾ നിർത്തുക. സുബഹി നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യംബഗീ ലിൽ മുഅ്മിനി അല്ലാ യദഅ സുഹൂറ വലൗ ബിലുഖ്മ. ഒരു ഉരുള ഭക്ഷണമെങ്കിലും അത്താഴത്തിന് കഴിക്കണം, അതിനെ ഉപേക്ഷിക്കാൻ പാടില്ല. ലിയനാല ബറക്കത്തൽ വഖ്ത്. ആ സമയത്തിന്റെ ബറക്കത്ത്, അനുഗ്രഹം അവന് ലഭിക്കാൻ വേണ്ടിയാണ്. വദുആ അൽ മലായിക. മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ വേണ്ടിയാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയാം. അതുകൊണ്ട് അത്താഴം എന്നുള്ള ആ മഹത്തായ കർമ്മം. ചില ആളുകൾ, ഞാൻ അത്താഴമൊന്നും കഴിക്കാറില്ല, അത്താഴം കഴിക്കാതെയാണ് ഞാൻ നോമ്പെടുക്കാറുള്ളത്, അഭിമാനത്തോടു കൂടി പറയാറുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത് അഭിമാനമല്ല, അപമാനാണ്. ഒരു സുന്നത്ത് ഒഴിവാക്കുക എന്നുള്ളത് എങ്ങനെയാണ് ഒരു അഭിമാനമാകുന്നത്? ഒരിക്കലും ആവില്ല. അപ്പൊ അത്താഴം കഴിക്കുക പരമാവധി. രാത്രി അത്താഴം കഴിച്ചിട്ട് ഉറങ്ങുന്നവരുണ്ട്. പരമാവധി പിന്തിപ്പിക്കലാണ് സുന്നത്ത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി അല്ലാഹു